PSC വോയിസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫുട്ബോളിനെ കുറിച്ചാണ്. ഫുട്ബോളിൽ ഒരു ടീമിൽ എത്ര കളിക്കാരുണ്ടായിരിക്കും, ഫുട്ബോളുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഏതൊക്കെയാണ്, പ്രധാനപ്പെട്ട ഫുട്ബോൾ മാച്ചസ് ഏതൊക്കെയാണ്, അതിൻ്റെ വിജയികൾ ആരൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫുട്ബോൾ ചതുരാകൃതിയിലുള്ള മൈതാനത്തിലാണ് ഫുട്ബോൾ കളി നടക്കുന്നത്. ഗോളാകൃതിയിലുള്ള ഒരു പന്താണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. 11 പേരടങ്ങുന്ന 2 ടീമുകൾ തമ്മിലാണ് മത്സരിക്കുന്നത്. ഈ 11 പേരിൽ ഒരാൾ ഗോൾ കീപ്പർ ആയിരിക്കും. പന്ത് കൈകൊണ്ട് തൊടാൻ കഴിയുന്ന കളിക്കാരനാണ് ഗോൾ കീപ്പർ. മൈതാനത്തിൻ്റെ രണ്ടറ്റത്തും ഗോൾ പോസ്റ്റ് സ്ഥാപിച്ചിരിക്കും. ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിക്കുന്ന ടീമാണ് വിജയികളാകുന്നത്. ഇതൊക്കെ ബേസിക് ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ. ഓക്കെ, ഇനി ഫുട്ബോള് സോക്കർ എന്ന പേരിലും അറിയപ്പെടുന്നു. സോക്കർ അല്ലെങ്കിൽ കാൽപന്ത് കളി എന്നൊക്കെ അറിയപ്പെടുന്ന കായിക വിനോദവും ഫുട്ബോളാണ്. ആധുനിക ഫുട്ബോളിൻ്റെ ജന്മനാട് എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ്. ഫുട്ബോൾ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്കയുമാണ്. ഫുട്ബോൾ നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് ഫിഫ, ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ. ഫിഫയുടെ ആസ്ഥാനം സൂറിച്ചിലാണ്. ഇതൊക്കെ PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഫുട്ബോൾ മത്സരത്തിൽ പെനാൽറ്റി പോയിന്റ് ഗോൾ ലൈനിൽ നിന്നും എത്ര അകലത്തിലാണ് എന്ന് PSC മുമ്പ് ചോദിച്ചിട്ടുണ്ട്. 36 അടിയാണ് കേട്ടോ. ഫുട്ബോൾ മത്സരത്തിൽ പെനാൽറ്റി പോയിന്റ് ഗോൾ ലൈനിൽ നിന്നും എത്ര അകലത്തിലാണ്? ഉത്തരം 36 അടിയാണ്. ഒരു ഫുട്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ്? 11 ഫുട്ബോൾ ആയിക്കോട്ടെ, ഹോക്കി ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, ഒരു ടീമിൽ 11 പേരാണ്. അപ്പോൾ HCF 11 എന്നാണ് ഓർത്ത് വെക്കുന്നത് അല്ലേ. ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോൾ 11. ഫുട്ബോൾ കളിയുടെ ദൈർഘ്യം 90 മിനിറ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫുട്ബോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഫുട്ബോളുമായി ബന്ധപ്പെട്ട കുറച്ച് പദങ്ങളാണ്. കോർണർ കിക്ക്, പെനാൽറ്റി കിക്ക്, ഗോൾ കിക്ക്, ബൈസൈക്കിൾ കിക്ക്, ബനാന കിക്ക്, സ്കോർപിയൻ കിക്ക്. ഈ കിക്കെല്ലാം ഫുട്ബോളുമായി ബന്ധപ്പെട്ട പദങ്ങളാണ്. ഒന്നും കൂടെ പറയാം. കോർണർ കിക്ക്, പെനാൽറ്റി കിക്ക്, ഗോൾ കിക്ക്, ബൈസൈക്കിൾ കിക്ക്, ബനാന കിക്ക്, സ്കോർപിയൻ കിക്ക്. അതുപോലെ സൈഡ് ബോൾ, ഡ്രിബിൾ, ഫൗൾ, ത്രോയിൻ എന്ന് പറഞ്ഞാൽ കളത്തിന് പുറത്ത് നിന്ന് പന്ത് അകത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നതിനെയാണ് ത്രോയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സൈഡ് ബോൾ, ഫൗൾ, ത്രോയിൻ, ഓഫ് സൈഡ്, സെറ്റ് പീസ്, ഡസൻ ഡെത്ത്, സിസർ കട്ട്, റെഡ് കാർഡ്, സ്ട്രൈക്കർ. ഇതെല്ലാം ഫുട്ബോളുമായി ബന്ധപ്പെട്ട പദങ്ങളാണ്, ഓർത്തു വെക്കുക. അടുത്തത് ഇംഗ്ലണ്ടും ബ്രസീലും. ഇംഗ്ലണ്ടിൻ്റെയും ബ്രസീലിൻ്റെയും കായിക വിനോദമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിന് ക്രിക്കറ്റും കൂടെ ഉണ്ട്. ഇംഗ്ലണ്ടിൻ്റെ കായിക വിനോദം ഫുട്ബോളും ക്രിക്കറ്റുമാണ്. ബ്രസീലിൻ്റെ കായിക വിനോദവും ഫുട്ബോളാണ്. ഫുട്ബോൾ കളിക്കാരുടെ എണ്ണം 11, മറക്കരുത്. അടുത്തത് പ്രധാനപ്പെട്ട ഫുട്ബോൾ മാച്ചസ് ഏതൊക്കെയാണ്, അതിൻ്റെ വിജയികൾ ആരൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഫിഫ വേൾഡ് കപ്പ്. ഫിഫ വേൾഡ് കപ്പ് ലാസ്റ്റ് നടന്നത് 2022 ഖത്തറിൽ വെച്ചാണ്. അന്ന് ജേതാക്കളായത് അർജന്റീനയാണ്. ഫിഫയിൽ ജേതാക്കളായത് അർജന്റീനയാണ്. 2022 ഖത്തറിൽ വെച്ചാണ് മത്സരം നടന്നത്. ഫൈനൽ മത്സരം അർജന്റീനയും ഫ്രാൻസും തമ്മിലായിരുന്നു. അപ്പോൾ ഫിഫ വേൾഡ് കപ്പ് ജേതാക്കളായത് അർജന്റീനയാണ്. ഇനി ഫിഫ വുമൺസ് വേൾഡ് കപ്പ്, ഇത് 2023 ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും വെച്ചാണ് നടന്നത്. ഇതിൽ ജേതാക്കളായത് സ്പെയിനാണ്. ഫിഫ വുമൺസ് വേൾഡ് കപ്പിൽ ജേതാക്കളായത് സ്പെയിനാണ്. വനിതകൾ ഒരുപാട് വേദന അനുഭവിക്കും എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പോൾ വുമൻ ആർക്കാണ് കിട്ടിയത്? സ്പെയിനാണ് അല്ലേ, സ്പെയിൻ. അപ്പോൾ ഫിഫ വേൾഡ് കപ്പ് ഖത്തറിൽ വെച്ച് നടന്നത് അർജന്റീനയാണ് ജേതാക്കളായത്. ഫിഫ വുമൺസ് വേൾഡ് കപ്പ് 2023 സ്പെയിനാണ് ജേതാക്കളായത്. അടുത്തത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്. കറണ്ട് ചാമ്പ്യൻസ് മാഞ്ചസ്റ്റർ സിറ്റിയാണ് കേട്ടോ. 2023-24 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടിയത് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മാഞ്ചസ്റ്റർ സിറ്റി. കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ. കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീനയാണ് കേട്ടോ. അപ്പോൾ ഫിഫ വേൾഡ് കപ്പും അർജന്റീനയ്ക്ക് കിട്ടി, കോപ്പ അമേരിക്ക ഫുട്ബോളും അർജന്റീനയ്ക്ക് കിട്ടി. രണ്ടും എയിലാണല്ലേ അവസാനിക്കുന്നത്. ഫിഫ, കോപ്പ രണ്ടും എയിൽ തീരുന്നു. അത് അർജന്റീനയ്ക്കാണ് കിട്ടിയത്. അടുത്തത് യൂറോ കപ്പ് ഫുട്ബോൾ. അത് കിട്ടിയത് സ്പെയിനിനാണ്. യൂറോ, നമ്മുടെ കയ്യിലുള്ള യൂറോ ഒക്കെ ആരോ അടിച്ചുകൊണ്ട് പോയെന്ന് വിചാരിക്കുക. അപ്പം മനസ്സിന് നല്ല പെയിൻ ആയിരിക്കും. അപ്പം നമുക്ക് സ്പെയിൻ കിട്ടും കേട്ടോ. യൂറോ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ സ്പെയിനാണ്. ഫിഫ വേൾഡ് കപ്പ് വുമൺസ് കിട്ടിയത് മാർക്കാണ് സ്പെയിനിനാണ് അല്ലേ. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഫിഫ വേൾഡ് കപ്പ് ഖത്തറിൽ വെച്ച് നടന്നത് അർജന്റീനയാണ് ജയിച്ചത്. ഫിഫ വുമൺസ് വേൾഡ് കപ്പ് സ്പെയിനാണ് ജയിച്ചത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്
കറണ്ട് ചാമ്പ്യൻസ് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. കോപ്പ അമേരിക്ക ഫുട്ബോൾ, കോപ്പ PA അർജന്റീന. യൂറോ കപ്പ് ഫുട്ബോൾ, യൂറോ എല്ലാം അടിച്ചുകൊണ്ട് പോയി, അപ്പം നല്ല പെയിനാണ്, അതുകൊണ്ട് സ്പെയിനാണ് ജയിച്ചത്. യുവേഫ സൂപ്പർ കപ്പ് ഫുട്ബോൾ റയൽ മാഡ്രിഡിനാണ് കേട്ടോ. യുവേഫ സൂപ്പർ കപ്പ് ഫുട്ബോൾ, യുവേഫ ചാമ്പ്യൻസ് ലീഗ്, ഇങ്ങനെ രണ്ടും ചോദിച്ചാലും അത് റയൽ മാഡ്രിഡിനാണ്. യുവേഫ സൂപ്പർ കപ്പ് ഫുട്ബോൾ, യുവേഫ ചാമ്പ്യൻസ് ലീഗ് റയൽ മാഡ്രിഡ് ആണ്. ഡ്യൂറൻഡ് കപ്പ് ഫുട്ബോൾ, ഡ്യൂറൻഡ് കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡ്യൂറൻഡ് കപ്പ് ഫുട്ബോൾ 2024 കിട്ടിയത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനാണ് കേട്ടോ. ഡ്യൂറൻഡ് കപ്പ് ഫുട്ബോൾ 2024 ജേതാക്കളായത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ്. അടുത്തത് ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോൾ 2024 സിറിയ. ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോൾ 2024 സിറിയ. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ 2024 ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ 2024 ജേതാക്കളായത് കാലിക്കറ്റ് ആണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ISL, ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കറണ്ട് ചാമ്പ്യൻസ് മുംബൈ സിറ്റിയാണ്. കോൺകാക്കാഫ് ഗോൾഡ് കപ്പ്, കോൺകാക്കാഫ് ഗോൾഡ് കപ്പ് കിട്ടിയത് മെക്സിക്കോയാണ്. കോൺകാക്കാഫ് ഗോൾഡ് കപ്പ് 2023 മെക്സിക്കോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒരുമിച്ച് പഠിച്ചു വെച്ചാൽ നമുക്കിത് മാറിപ്പോകില്ല. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ ആ കപ്പാണോ ഈ കപ്പാണോ എല്ലാം കൺഫ്യൂഷൻ ആവും അല്ലേ. അപ്പോൾ നമുക്ക് വേഗം ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്താലോ. ഓക്കെ, ആദ്യം നമ്മൾ പറഞ്ഞത് ഫിഫ വേൾഡ് കപ്പാണ്. ഇനി നമുക്ക് തെറ്റില്ല. ഫിഫ വേൾഡ് കപ്പ് 2022 അർജന്റീന. ഫിഫ വുമൺസ് വേൾഡ് കപ്പ് ആണെങ്കിൽ സ്പെയിൻ ആണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മാഞ്ചസ്റ്റർ സിറ്റി. ഇതിനാർക്കെങ്കിലും കോഡ് വേണമെങ്കിൽ മൊഞ്ചാവാൻ വേണ്ടി എന്ത് ചെയ്യും, പെൺകുട്ടികളുടെ മുഖത്ത് പ്രൈമറൊക്കെ ഇടും അല്ലേ. മുഖത്ത് പ്രൈമറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല മൊഞ്ചാവും. അപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അത് പ്രൈമർ ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ മൊഞ്ചാവും. അപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. പിന്നെ കോപ്പയും ഫിഫയും രണ്ട് മെയിൽ തീരുമ്പോൾ അർജന്റീനയാണെന്നും പറഞ്ഞു. യൂറോ കപ്പ് ഫുട്ബോൾ, യൂറോ അടിച്ചുകൊണ്ട് പോകുന്നു, അപ്പോൾ സ്പെയിൻ. യുവേഫ സൂപ്പർ കപ്പ് ഫുട്ബോൾ, യുവേഫ ചാമ്പ്യൻസ് ലീഗ് രണ്ടും റയൽ മാഡ്രിഡ് ആണ്. ഡ്യൂറൻഡ് കപ്പ് ഫുട്ബോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. ഡ്യൂറൻഡ് കപ്പ് ഫുട്ബോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോൾ, ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് സിറിയ. ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് കിട്ടിയത് സിറിയ. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ആണെങ്കിൽ 2024 കാലിക്കറ്റ് ആണ് ജേതാക്കളായത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കറണ്ട് ചാമ്പ്യൻസ് മുംബൈ സിറ്റിയാണ്. കോൺകാക്കാഫ് ഗോൾഡ് കപ്പ് മെക്സിക്കോ. സുഖമായിട്ട് പഠിക്കാൻ പറ്റിയില്ലേ. അപ്പോൾ നമ്മൾ ഫുട്ബോളിനെ കുറിച്ചാണ് പഠിച്ചത്. പ്രധാനപ്പെട്ട ഫുട്ബോൾ മത്സരങ്ങളും മറ്റേ ജേതാക്കളും പഠിച്ചു. കറണ്ട് അഫയേഴ്സിൽ നിന്ന് നമുക്ക് ഉറപ്പായിട്ടും ഒരു മാർക്ക് കിട്ടും. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ആയിട്ട് പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്